ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ജനകീയ കൂട്ടായ്മ കാലടി ടൗൺ വാർഡിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ജനകീയ കൂട്ടായ്മ കാലടി ടൗൺ വാർഡിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും കായിക രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തിയവരെയും 2024-25 കാലയളവിൽ PSC മുഖേന സർക്കാർ സർവീസിൽ നിയമനം ലഭിച്ചവരെയും ഉന്നത ബിരുദം ലഭിച്ചവരെയും ആദരിച്ചു. കൈയും കാലും ബന്ധിച്ച് ആലുവ പെരിയാർ പുഴയിൽ നീന്താൻ തയ്യാറെടുക്കുന്ന 5ാം ക്ലാസ് വിദ്യാർത്ഥിനി ആഗ്നൽ മേരി ഡാനിയെ സദസ്സിന് പ്രത്യേകം പരിചയപ്പെടുത്തി. കാലടി NSS കരയോഗം ഹാളിൽ നടന്ന ആദരവ് റിട്ടയർഡ് ജില്ലാ ജഡ്ജ് PC പോളച്ചൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഞാൻ ആദ്യം ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ പറയണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമായിരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം മഴ ഒത്തിരി വന്നപ്പോൾ പല പോസ്റ്റുകൾ വന്നു. KSEBിയിലെ ഒരു പോസ്റ്റ് വന്നു. മഴ നമ്മൾ കറണ്ട് പറഞ്ഞാൽ നമ്മൾ KSEBിയിലേക്ക് വിളിക്കും. അവരും മനുഷ്യരാണ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അപ്പോൾ അവരെ പറഞ്ഞൊരു പോസ്റ്റർ എല്ലായിടത്തും പ്രചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു ഇവരുടെ അധ്വാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ റോഡിൽ ഈ കാലടി പോലൊരു സ്റ്റേഷനിൽ 24 ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒരു 15 പ്രാവശ്യം ടൗൺ ബ്ലോക്ക് ഉണ്ടാകുന്നു. ഇവർ മഴയും വെയിലും കടത്തി ചെയ്ത് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ചെയ്യുന്നു. നമ്മളവിടെ ഇവിടെ നിന്ന് കടന്നു പോകുന്നു. ഇവരുടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ TP ജയന്തൻ നമ്പൂതിരി അധ്യക്ഷനായി. സംസ്കൃത സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ മരിയ ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി. ടൗൺ വാർഡ് മെമ്പർ PB സജീവ്, കാലടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ PG വേണുഗോപാൽ, തോമസ് പടയാട്ടി, ഡോക്ടർ സിജു JS, ജിസ്മി ദീപക്, പത്മ മിസ്, MN വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാലടി.